ആർട്ടിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് വെറുതെ ഇരുന്ന സമയത്ത് ഒരു അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അൽഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ തിന്നുന്ന ടൈപ്പ് അൽഫാമല്ല, നമ്മളത് വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലെ ഐറ്റംസൊക്കെ വെച്ച് സാധാ ഒരു ചെറിയൊരു അൽഫാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇതിനു മുന്നേ ഉണ്ടാക്കിയതാണ്. സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇത് വീട്ടിൽ കറി വയ്ക്കാൻ മേടിച്ച ഇറച്ചിയിൽ നിന്ന് അടർത്തെടുത്ത ചെറിയ 2 പീസാണ്. ഇതാണ് നമുക്കിപ്പോൾ മൊത്തത്തിൽ വെച്ച് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അൽഫാം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ എടുക്കുക. ചിക്കൻ കഴുകി സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. ഇനി ഇതൊന്ന് നമ്മൾ ഒന്ന് വരഞ്ഞ് നമുക്ക് ഇത് പിടിക്കാൻ പാകത്തിന്, അതായത് മസാല പിടിക്കാൻ പാകത്തിന് വരഞ്ഞൊന്ന് സെറ്റ് ചെയ്യണം. നമ്മൾ ഇത് ഈ പറഞ്ഞ രീതിയിൽ മസാല പിടിക്കാൻ പാകത്തിന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്യാമറ പിടിക്കാനും, ക്യാമറ എന്ന് വെച്ചാൽ മൊബൈലാണ്, ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യാറ്, ക്യാമറ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ക്യാമറ പിടിക്കാനും മൊബൈൽ ക്യാമറ പിടിക്കാനും ഇത് വെക്കാനും ഞാൻ ഒറ്റ ഒരാളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പിടിച്ച് നിങ്ങളിത് കാണിക്കാൻ ചിലപ്പോൾ പറ്റില്ല, ഇത് വരയണമെന്നും. അതുകൊണ്ട് ഞാൻ ഇത് വരഞ്ഞ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള ഐറ്റംസ്. അതായത് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ളു കരിയാപ്പിലയും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മുളക് പൊടി, ഈ പൊടി ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കും. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടി ഐറ്റംസും അതും കൂടെ ചേർത്തിട്ട്, വെള്ളം ചേർക്കരുത്, നമ്മൾ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡാലിൻ്റെ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമ്മളത് കുഴച്ചെടുക്കണം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മുടെ അരച്ചിട്ട് നമ്മൾ എണ്ണയിൽ കുഴച്ചെടുത്തത്, നോർമലി എണ്ണ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു വെറൈറ്റി സാധനമാണ്, നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടും. പിന്നെ വേവിച്ച് നമ്മുടെ കല്ലിൽ കിടന്ന് ഇത് ചെയ്യുമ്പോൾ ആ എണ്ണ മൊത്തം ഊർന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിൽ കൂട്ടൊക്കെ നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, നമ്മൾ എണ്ണയിലായതുകൊണ്ട് കുറച്ചും കൂടെ കിടിലമായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റും, കുറച്ചും കൂടെ നല്ല ഇതായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അതൊരു 3-4 മണിക്കൂർ വയ്ക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇതിൽ പിടിക്കും. എന്തായാലും നമുക്കിപ്പോൾ അതിനുള്ള സമയക്കുറവുണ്ട്, വിശക്കാൻ തുടങ്ങി. എന്തായാലും നമുക്കൊരു 1 മണിക്കൂറെങ്കിലും വെക്കാം, എന്നിട്ട് നമുക്കെടുക്കാം. അത് വേണ്ടത് ഇനി ഗ്രില്ല് തീയിൽ വെക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിച്ചിട്ട്, ഇത് നമുക്ക് നോർമലി മേടിക്കാൻ കിട്ടുന്ന കടയിൽ ഈ ഗ്രില്ല്, അതായത് ഇത് കണ്ടില്ലേ, നല്ല നീളത്തിലുള്ള നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. 100-150 രൂപ കൊടുത്താൽ മതി. ചെറിയ പീസിന് നമുക്ക് അത്രയും പോലും പൈസ ഇല്ല, ഞാൻ വലിയ പീസിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ അത് ഇവിടെ കട്ട് ചെയ്യരുത്, നമ്മൾ അങ്ങനെ എടുത്തിട്ട് വളച്ച്, അതായത് നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് ഈ മറിച്ചിടാനും തിരിച്ചിടാനും അതിൽ നിന്ന് എടുത്തിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് മടക്കിയൊരു പീസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ചുറ്റിനും കെട്ടുകമ്പി, ചെറിയ കമ്പിയുണ്ട്, ഇതിൻ്റെ തന്നെ കമ്പി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ആ കമ്പി ഇതിൽ നിന്ന് ജസ്റ്റ് എടുത്തിട്ട് പീസാക്കി വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഈ കാണുന്നത് കുടക്കമ്പിയാണ്, ഇത് വേറെ സംഭവമൊന്നുമല്ല, അതും കുടക്കമ്പിയാണ്. ഈ രണ്ടും ഇതിൻ്റെ ഇടയ്ക്ക്, കാരണം നമുക്ക് മറിച്ചിടാൻ നേരത്ത് വല്ല കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. അല്ലേ കുടക്കമ്പി, അത് അവിടെയും ഇവിടെയായിട്ട് നമ്മൾ ജസ്റ്റ് കെട്ടുകമ്പി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചാൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിഞ്ഞ് വെച്ചിട്ട് ഇവിടെ രണ്ടും കെട്ടുകമ്പിയിട്ട് കെട്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത്, എന്നിട്ട് പിന്നെ മറിച്ചിടുന്നു. അപ്പോൾ നമുക്കിനി ബാക്കി അടുപ്പ് വയ്ക്കാനുള്ള പരിപാടികൾ നോക്കാം. സെറ്റപ്പ് നമ്മളിപ്പോൾ ഇവിടെ തീ കൂട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 2 കല്ല് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വെക്കുന്നത് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കതിൽ കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. തീയൊക്കെ കത്തിക്കാൻ തുടങ്ങി, നല്ല ചൂടാണ്, ഇതിപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കത്തിയിട്ട് കുറച്ച് കനലാകണ വരെ, അല്ലെങ്കിൽ കുറച്ച് തീ കുറയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇത് എടുത്ത് ഇതിലേക്ക് മുകളിലേക്ക് വെക്കാം. സംഭവമെല്ലാം ഇതിനകത്ത് വെച്ച് ഇത് മടക്കി വെച്ചിട്ട് നമ്മളിവിടെ എല്ലാം കെട്ടുകമ്പിയിട്ട് കെട്ടി. അപ്പോൾ നമുക്കിത് നേരെ ഇനി അല്ലേ ഫുള്ള് കെട്ടുകമ്പിയിട്ട് സെറ്റാക്കി നമുക്കിനി അടുപ്പത്തേക്ക് വെക്കാം.
ഇതുപോലെ തീ സെറ്റ് ചെയ്തു. ഓക്കെ പറഞ്ഞിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഫുൾ തീയിൽ അങ്ങ് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് മാറ്റുക. അതിന് ശേഷം ആ തീ കത്തി കനലായതിന് ശേഷം നമ്മൾ വീണ്ടും എടുത്ത് വെക്കുക. അല്ലാതെ നമ്മൾ അതിൽ തന്നെ വീണ്ടും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കരിഞ്ഞു പോകും. നമ്മൾ ആദ്യം കത്തിയതിന് ശേഷം ഒന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പെട്ടെന്ന് എടുക്കുക. നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഒന്നെടുത്ത് തിരിച്ച് വയ്ക്കുക. അതായത് 5 മിനിറ്റ് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഒന്ന് വേവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് നോക്കി മനസ്സിലാകുന്നുണ്ടല്ലേ, കുറേശ്ശെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പോൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വീണ്ടും മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീശി കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് കാലിലൊക്കെ ഒന്ന് എരിഞ്ഞ് കിട്ടും. നല്ല ചൂടാണ്. അൽഫാം റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ എടുത്ത് ഇച്ചിരി ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചേക്കുവാണ്. കാരണം ഈ സൈഡിൽ കമ്പിയൊക്കെ നമുക്ക് അയക്കണം. അപ്പോൾ ചൂടായതുകൊണ്ട് നമുക്കതൊന്ന് അയക്കാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അൽഫാം റെഡി ആയിട്ടുണ്ട്. സംഭവം കളറായിട്ടുണ്ട്, ഫുള്ള് സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു നമുക്ക് പ്രശ്നം പറ്റി, നമ്മൾ നാരങ്ങ നീര് ഒഴിക്കാൻ വിട്ടുപോയി. അത് ഇടയ്ക്കൊന്ന് നാരങ്ങ നീരൊന്ന് ജസ്റ്റ് തെളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടി ചേർക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചെറിയ കരിച്ചിട്ടുണ്ടാകുന്ന അത് മാറി കിട്ടുന്നു. കരിച്ചിൽ തോന്നുന്നില്ല, പക്ഷേ രുചിയിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാലും സംഭവം പൊളിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു പീസ് എടുത്തിട്ടുണ്ട്. സംഭവം പൊളിയായിട്ടുണ്ട് കേട്ടാ. ഡിഫറൻ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഇച്ചിരി എരിവ് കാന്താരി ഇട്ട് കൂടി പോകുന്നതാണ്, കുഴപ്പമില്ല. നല്ല ചോറിനൂടെ അടിച്ച് കയറ്റാം. എന്തായാലും വിശക്കുന്നുണ്ട്, എന്തായാലും ഫുഡ് കഴിക്കട്ടെ പോയി. അപ്പോൾ താല്പര്യമുള്ള വീട്ടിൽ ട്രൈ ചെയ്തോ, സംഭവം കൊള്ളിയാണ്. അടിച്ചിട്ട് വേണോ? അപ്പോൾ ഇതുകൊണ്ട് കഴിച്ചിട്ട് തിരിച്ചു വരാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട് ഫ്രം RTM. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.